വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അടുത്ത സ്റ്റെപ്പ് കടുകും ഉലുവയും ഇടലാണ്. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിൻ്റെലയും മുളകും ഇടാം. നന്നായി വഴച്ചെടുക്കണം. കരിയാണ്ട നോക്കണേ. ഈ മീൻകറി സാധാരണ കോട്ടയം സൈഡ്, എറണാകുളം സൈഡൊക്കെ ഉള്ളവർ ഉണ്ടാക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പാത്രത്തിലാക്കി വെച്ചാൽ പെട്ടെന്ന് പൊടികളെല്ലാം കരിഞ്ഞു പോകാണ്ട് ഇതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അടുത്തതായി ഞാൻ ഇതിലോട്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ. പുളി എന്ന് വെച്ചാൽ കുടംപുളിയല്ല, മറ്റേ വാളംപുളിയില്ലേ അത്. അതിനുശേഷം നമുക്ക് മീനിടാം. അത് തിളച്ചതിന് ശേഷം തലയാണ് ഇടുന്നത് കേട്ടോ. മീൻ്റെ തല, ചെമ്പല്ലിയുടെ തലയാണ് കേട്ടോ ഇത്. മീൻകറിയിൽ കിടന്ന് മീൻ്റെ തല നന്നായി കുക്കാവട്ടെ. ഈ കറി ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. ബാംഗ്ലൂരിൽ പല നാട്ടിലുള്ള ആൾക്കാരാവില്ലേ. അങ്ങനെ എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു കുട്ടി, ഇടുക്കിയിലാണ് അവളുടെ വീട്. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു നോക്കി. അതിഗംഭീരം. പിന്നെ ഒന്നും നോക്കിയില്ല, റെസിപ്പി അങ്ങ് മേടിച്ചു. അപ്പോൾ ഇതാ ആ മീൻകറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ പരീക്ഷിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മീനൊക്കെ കുക്കായി നന്നായി തിളച്ചതിന് ശേഷം ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കലാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിച്ചു. മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ ചോറ് കഴിക്കാനാണ്. ഇത് ചപ്പാത്തിക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുയിലിൻ്റെ ഒരു കൂവലും. അപ്പോൾ ഇതാ മീൻകറിയും ചോറും മീൻ വറുത്തൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. അടിപൊളി.